യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങളോടെല്ലാം ദർശനെക്കുറിച്ചൊരു കാര്യം പറയണം. അതിനാ എല്ലാവരെയും വിളിപ്പിച്ചത്. ഇനി വിൽപത്രത്തിൽ ഒരാളുടെ പേരോട് ചേർക്കേണ്ടി വരുമോ? എന്താ എടി, സ്വത്ത് ഇനി ഒരാൾക്കും കൂടി വീതിക്കേണ്ടി വരുമോന്ന്. ഓ എടി, ദർശന പ്രഗ്നന്റ് ആണോന്ന്. ദർശനയെ കുറിച്ച് പറയാനുണ്ടെന്നോ? അവക്കെന്താ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചോ? ദർശനെ കുറിച്ച് പറയാനുണ്ടെന്നോ? എന്താ എടുത്തി പറയേ. സമാധാനമായി. 3 നേരം തിന്നാനല്ലാതെ ആ വാ തുറന്നെന്ന് കണ്ടത് ഇപ്പോഴാ. ഇനി ചത്താലും കുഴപ്പമില്ല. വീണ്ടും ഗിരിജ ദർശനെ ഉപദ്രവിച്ചോ? ആ കൊള്ളാം. എന്തുണ്ടെങ്കിലും അത് എന്റെ തലയിൽ തന്നെ കൊണ്ടിട്ടോണം. കണ്ടോ പവിയേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ചിലപ്പോ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാക്കാൻ. ആശുപത്രിയിൽ അസുഖത്തിനാ ചികിത്സയുള്ളത്, അല്ലാതെ അസുഖമുണ്ടെന്ന് അഭിനയിക്കുന്നതിന് ചികിത്സയില്ല. ഏതിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കെ. ഓ, അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വട്ടമേശ സമ്മേളനം നടത്തിയത് ഇതിനായിരുന്നു അല്ലേ? പവിയേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഗിരിജെ, നീ പറയുന്നത് പോലെയല്ല. നിന്നെ കുറ്റപ്പെടുത്താനൊന്നുമല്ല നിങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത്. നീ എന്തിനാ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്? സത്യം വിളിച്ചു പറയുന്നതുകൊണ്ട് എല്ലാവരും കൂടി എന്നെ പാടുപെടുത്തിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോയത്. ഞാൻ പറഞ്ഞില്ലേ, നിന്നെക്കുറിച്ചൊന്നും പറയാനല്ല ഞാൻ വിളിപ്പിച്ചത്. എടുത്ത് ഇതുവരെ കാര്യം പറഞ്ഞില്ല. പറയാം. ദർശനയുടെ അച്ഛന് അവളെക്കുറിച്ച് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ഓ, ഇത് പറയാനാണോ ചേച്ചി ഇവിടെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? നാളെ രാവിലെ ഡോക്ടറെ കാണാൻ പോകാനുള്ള എന്റെ ഉറക്കവും കളഞ്ഞ് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അയാളുടെ സ്വപ്നം എന്താണെന്ന് ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തത്. മോളെ കൊണ്ട് പണക്കാരനും അപ്പാവിയുമായ ഒരു സുഗുണൻ ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. എന്നിട്ട് ആ ഊമ പെണ്ണിന്റെ ബാധ്യത കൂടി അവന്റെ തലയിൽ കെട്ടിവെക്കണം. ഇപ്പൊ എല്ലാം സാധിച്ചല്ലോ. മാത്രമല്ല, തന്തയുടെ സ്വപ്നത്തിന് ഒരു ബോണസും കൂടി കൊടുത്തല്ലോ. മരുവത്തൂരിലെ സ്വത്ത് ഒന്നടങ്കം പിടിച്ചെടുത്ത വിൽപത്രം. അന്നാകുലം പോലീസ് ഇപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. എനിക്ക് പറയാനുള്ളത് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എനിക്കൊന്നും പറയാനില്ല. പവി, ഇവൾക്ക് മാനസിക പ്രശ്നമാണെങ്കിൽ ചികിത്സിച്ച് ഭേദവാക്ക്. ഇല്ലെങ്കിൽ നിലയ്ക്ക് നിർത്തണോ ഇവളെ? സത്യം വിളിച്ചു പറയുമ്പോ ആർക്കും പൊള്ളും. അത് ഈ ഗിരിജയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. ഇനി ഞാൻ ഇനി വാ തുറക്കരുത്. കേറി പോടിയകത്ത്. പൊടി നിന്നെ അമ്മ. വരാനല്ലേ പറഞ്ഞത്? പെണ്ണിനെ തല്ലുന്നത് ആണത്തോ അല്ലെന്നുള്ളത് എനിക്കറിയാം. എന്റെ നിസ്സഹായത കൊണ്ടാ. തോറ്റ് ഈ ഭൂമി പിളർന്നങ്ങ് പാതാളത്തിലേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ. പവി, പവി, അതെ എടുത്തി. വേണ്ട, ആരും ഒന്നും പറയണ്ട. ഇതുവരെ നടന്നതിൽ നിന്നും നിനക്ക് എന്തു മനസ്സിലായി? ഗിരിജ ഈ കാണിക്കുന്നതൊക്കെ പക്ക നാടകമാണ്. അവൾ അഭിനയിക്കട്ടെ. അഭിനയിച്ച് എവിടെ വരെ പോകും നമുക്ക് കാണാമല്ലോ.
നീ വാ. എടി ഗിരിജേ, ഗിരിജേ, നീ എന്താടി ഒളിച്ചിരിക്കുവാണോ? ഇറങ്ങി വാടി. നോക്കു ദർശന, സുധർമാൻറ്റി വരുന്നു. കണ്ടിട്ട് ബ്രേക്ക് പൊട്ടിയ ടിപ്പർ ലോറി പോലെയുണ്ട്. എടി ഗിരിജേ, എടി എന്താ ആന്റി? ഗിരിജ എവിടെ? അവളെ ഇങ്ങോട്ട് വിളിച്ചേ. എടി ഗിരിജേ. മമ്മി മമ്മി എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? എടി ഗിരിജേ, എടി ആന്റി, അല്ലെങ്കിൽ തന്നെ ഗിരിജാന്റി ആകെ വയലന്റ് ആയിട്ടിരിക്കുക. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നീ പോടി അവിടുന്ന്. അവിടെ കുഴപ്പം തീർക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. എടി ഗിരിജ ഇങ്ങോട്ട് ഇറങ്ങി വാടി. അവിടെ മുറി കയറി ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇവിടെ പ്രശ്നം. ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിക്കുമ്പോ നിങ്ങൾ ഇവിടെ പുന്നാരം പറഞ്ഞോണ്ടിരിക്കുകയാണോ? ആ ഗിരിജ ഇങ്ങോട്ട് വിളിക്കേ. മാമി ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു. ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. മാമി ഓട്ടോസിലേക്ക് പോകാൻ നോക്ക്. അതെ ആന്റി, അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ കൊച്ചിനെ തൊട്ടിട്ട് അത് ചോദിക്കാതെ ഞാൻ ഇവിടുന്ന് തിരികെ പോകുന്ന പ്രശ്നമില്ല. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ദർശിനി ഒന്ന് പറയ്. എടി പെരുങ്കള്ളി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. എന്റെ സ്വഭാവം നിനക്ക് ശരിയില്ല. ഇവളെ ഞാൻ മാമി. എടി ഗിരിജേ, എടി അകത്ത് കയറി ഒളിച്ചിരിക്കാതെ ഇറങ്ങി പോടി. അവളോട് അത് ചോദിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇറങ്ങി വാടി ഗിരിജേ. എന്താ ഇത്? എന്തെങ്കിലും ഉണ്ടായിരുന്നേ. അവളെ ഇങ്ങോട്ട് വിളിക്ക്. അകത്തിരിക്കാതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അവളോട്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇവളെ മാമി, എന്റെ മോളെ. അയ്യോ, ഇത് കണ്ടോ? എന്റെ മോളുടെ തല. പാവം. എന്റെ കൊച്ചിനെ തള്ളിയിട്ട് അവൾ തല പൊട്ടിച്ചത്. എനിക്ക് അവളോട് ചോദിക്കണം. ഇങ്ങോട്ട് വിളിച്ചേ അവളെ. എനിക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചേ. സുധർമ്മേ, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? മാമി മാറി വിടേ എന്നെ അങ്ങോട്ട്. അവളെ വിളിച്ചേ. വേഗം അങ്ങോട്ട് വിളിക്കാം. സംസാരിക്കാം. ഒന്നും സംസാരിക്കാനില്ല. അവളോട് വേഗം അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. സംസാരശേഷി പോലും ഇല്ലാത്ത പാവം എന്റെ മോള്. ചേച്ചി മാറും. മമ്മി വേണ്ട. നീ വേണ്ടതല്ല. അവളോട് രണ്ട് വർത്താനം പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. എടി ഗിരിജ ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി ഇറങ്ങി വരാൻ. നിന്നോടല്ലേ ഞാൻ പറയുന്നേ. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. പാവം എന്റെ കുഞ്ഞിന്റെ നെറ്റി കണ്ടില്ലേ? എടി ഗിരിജേ, എടി ഓയ് ശാന്തയാകൂ. വത്സയോ? നീ എന്തിനാടി എന്റെ പേര് മാറ്റി വിളിക്കുന്നേ? അയ്യോ, ഒന്ന് അടങ്ങി നിക്ക് സുധർമ്മേ. എന്റെ കൊച്ചിന്റെ തല തല്ലി പൊട്ടിച്ചല്ലോടി നീ. എല്ലാം ആകസ്മികവും വിധിവിഹിതവുമാണ്. ഓ, അവിടെ അയ്യോ, കള്ളം പവിത്ര സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ദേ എടി ഗിരിജെ, ഇനി എന്റെ കുഞ്ഞിന്റെ നിഴൽ വട്ടത്ത് വന്നാലുണ്ടല്ലോ, ദേ ഇപ്പൊ കിട്ടിയതൊന്നും ആയിരിക്കില്ല. നിന്നെ ഞാൻ വത്സേ, കോപാകുലയാകരുത്. ശാന്തയാകൂ. യുദ്ധക്കളത്തിൽ ശത്രു കൊല്ലപ്പെടണം. അതാ യുദ്ധ നിയമം. അതാ യുദ്ധ നീതി. ചേച്ചിയോ? ചേച്ചിക്ക് സുഖമല്ലേ? ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? എടുക്കട്ടെ? പവി, ഇനി ഒരു നിമിഷം പോലും വൈകാതെ ഇവളെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോ. ചേച്ചി, അയ്യോ, സുധർമ്മ ഇതെപ്പോഴാ വന്നേ? ഞാൻ ഇപ്പോഴാ സുധർമ്മയെ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ടോ? ചോദിക്കട്ടെ. സുധർമ്മയ്ക്ക് ചായ കാപ്പി വല്ലതും കൊടുത്തോ? കഴിക്കാൻ എന്തേലും കൊടുക്കണ്ടേ? വാ സുധർമ്മേ, ഞാൻ സുധർമ്മയ്ക്ക് ചായ ഉണ്ടാക്കി തരാം. ഇങ്ങോട്ട് വാ സുധർമ്മേ.
ഉണ്ടാക്കി തരാം. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട.